രാവിലെ എണീറ്റ് വരുമ്പോൾ ആദ്യം തന്നെ മോർണിംഗിന് കാപ്പിയും എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റും അതെനിക്ക് നിർബന്ധമാണ്. നല്ല തിളയ്ക്കുന്ന ചിക്കൻ കറിയും അതുപോലെ തന്നെ നല്ല കിടിലം പാലപ്പവും. ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഇതിനെല്ലാം മുന്നേ വേറെ 3 പേരെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ലൂണ, ലൂഫി, പിന്നെ അജു. ഈ കിടപ്പ് കണ്ടാൽ നമ്മൾ വിചാരിക്കുവേ തീർന്നെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇവർ തമ്മിൽ അഗാധമായ സൗഹൃദത്തിലാണ്. അല്ലേ അല്ലേടി? 5-6 മാസം മുന്നേ മേടിച്ച റോസാ ചെടിയിൽ ഒരു മുട്ട് വിരിഞ്ഞിട്ടുണ്ട്. വിരിയുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അതും കാണിച്ചു തരാം. തെളിഞ്ഞു കിടന്ന അക്വേറിയം കലങ്ങി പറഞ്ഞിട്ടുണ്ട്. പുതിയ ഒരുത്തനെ മേടിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ അവൻ ഒളിച്ചിരിപ്പുണ്ട്. കണ്ടു കിട്ടുവാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ അവരെ കാണിച്ചു തരാം. ചെടി നിറയെ കാന്താരിമുളക് ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിലേ പറഞ്ഞാൽ മതിയേ. പതിവ് തെറ്റിക്കാതെ 4 മണിപ്പൂ ഇന്ന് 4 മണിക്ക് തന്നെ വിരിഞ്ഞിട്ടുണ്ടേ. വീട്ടിലെ ഒത്തിരി ആളൊക്കെ കൂടുമ്പോഴേ മീൻകറി വെക്കാൻ മേടിച്ച ചട്ടിയാ. ഇപ്പം അതിലേ ഞാൻ കുറച്ച് മീനെ അങ്ങ് വളർത്തുക. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ. നിങ്ങൾ കോട്ടയം ടൗണിലാണെങ്കിൽ ഉച്ച സമയമാണെങ്കിൽ കുറച്ച് നേരം ആ വെയിലത്തുനിന്ന് മാറി ഈ ആലിൻ്റെ ചുവട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു. കോട്ടയം ടൗണിന് ചുറ്റും നല്ല ചൂടാണെങ്കിലും അമ്പലത്തിലെ ആൽമരത്തിന് ചുറ്റി നല്ല തണുപ്പാണ് കേട്ടോ. നട്ടുച്ച സമയമാണ്. ഈ പ്രാവുകൾക്കൊല്ല തണലത്തും പോയിരുന്നൂടെ? ഈ വെയിലത്ത് എന്തിനു ശരിക്കും വന്നിരിക്കുന്നത്? പിന്നെ ഇത്രയൊക്കെ ഉള്ളു. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.